പാച്ചിക്കാടേയും കൂടെ ഒരു നിർബന്ധമാണ്. ഒരു സീൻ പോലും ഒഴിവാക്കാൻ പാടില്ല, അതുപോലെ അതിൻ്റെ ഫോർമാറ്റ് മാറ്റാൻ പാടില്ല. അതാണ് സാറിൻ്റെ ഏറ്റവും വലിയ ഒരു ഇത്. കാരണം എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ഇപ്പോൾ ഒരു സീൻ അടുത്ത സീനുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുക. അന്നത്തെ കാലത്ത് ഈ മോഹൻലാലിനെ എടുത്ത് എറിയുന്ന ഒരു കെണ്ടി എന്ന് പറഞ്ഞ ഒരു 5 കിലോ വെയിറ്റുള്ള കെണ്ടിയാണ്. അത് താഴെ വീഴുമ്പോൾ ആ സൗണ്ട് കറക്റ്റാണ്. പക്ഷേ ഇന്നത്തെ സമയത്ത് അങ്ങനെ ഒരു കെണ്ടി കിട്ടാനില്ല. അപ്പോൾ അതിൻ്റെ ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു പാത്രം വീഴുന്ന സൗണ്ടാണ് വന്നത്. അപ്പോൾ അതുവരെ പിള്ളേർ നോട്ട് ചെയ്തിട്ട് പറയുന്നത് ഇത് ശരിയല്ലെന്ന്. ദേവാസുരം സാധ്യതകളുണ്ട്. ഐ തിങ്ക് വി ആർ ട്രൈങ് ഫോർ എ പ്രിന്റ്. ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടുമായിരിക്കാം, ഉണ്ടെന്നാണ്. പക്ഷേ അത് ഞങ്ങൾക്കത് സ്കാൻ ചെയ്യാനുള്ള ഒരു കണ്ടീഷനിലാണോ എന്നുകൂടെ ഉറപ്പുവരുത്തണ്ടേ. ഞങ്ങൾക്ക് പൂനെയിൽ പനോരമ സെലക്ഷന് പോയ ഒരു പ്രിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രിൻ്റ് എടുക്കാൻ ഞങ്ങൾ പൂനെ പോയി കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് തായ്വാരം, പിന്നെ വടക്കം വീരഗാഥ, പിന്നെ ഇത് മണിച്ചിത്രത്താഴിൻ്റെ പ്രിൻ്റ് കിട്ടി. ടുക്കാക്കിൻ്റെ മുമ്പാണ് ഞങ്ങൾ ദേവദൂതൻ ചെയ്തത്. അത് ചെയ്ത് വെച്ചു. പക്ഷേ ചെയ്ത് പിന്നെ കൊറോണ വന്നു വന്ന സമയത്ത് ഒപ്പെടുത്ത് വെച്ച 4 നെഗറ്റീവ്സൊക്കെ അത് AC-യിൽ അവർ വെക്കാൻ മറന്നു. തിരിച്ചുമ്പോഴൊക്കെ ഡീകമ്പോസ്ഡ് ആയിപ്പോയി. നോളാന്തര വാർത്ത, അങ്ങനെ 1-2 സിനിമകളാണ് ലോസ് ആയത്. വടക്കം വീരാതെ ചെയ്യുന്നുണ്ട്. അത് തിങ്ക് അത് ലോങ് പ്രോസസ്സാണ്, എത്ര ടൈം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് ഇറ്റ് വിൽ ബി ഗുഡ് പ്രൊജക്റ്റ്. ഈ പഴയ പടങ്ങളുടെ ഒരു ഭംഗി എന്താ വെച്ചാൽ, ഈ അനലോഗ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത സിനിമകളുടെ ഭംഗി എന്താ വെച്ചാൽ, ഈ ഒന്നാമത് അത്രയും വളരെ കഴിവുള്ള സിനിമാറ്റോഗ്രാഫേഴ്സാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു എസ്തറ്റിക് ബ്യൂട്ടി ഉണ്ടായിരിക്കും ആ കളറുകൾക്ക്. വളരെ റിയലായ കളേഴ്സ് ആയിരിക്കും കാണാം. ഈ പച്ച എന്ന് പറഞ്ഞ പോലെ പലതരത്തിലുള്ള പച്ച നമുക്ക് കാണാം, പലതരത്തിലുള്ള റെഡ് നമുക്ക് കാണാം. ഒരു കാലഘട്ടത്തിന് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്ന മണിച്ചിത്രത്താഴിൻ്റെ പുതിയ പതിപ്പിൻ്റെ പുറകിൽ പ്രവർത്തിച്ച 2 പേരാണ് മീഡിയ വണ്ണോടൊപ്പം ചേരുന്നത്. സ്വാഗതം. നമ്മൾ മാറ്റിനി നൗ എന്ന് പറയുന്ന ചാനലിലൂടെയാണ് മിക്ക സിനിമകളുടെയും പുതിയ വേർഷൻ, ഈവൻ പാട്ടുകളിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കാണാനൊക്കെ യൂട്യൂബിലൂടെ. അതിൽ നിന്ന് തുടങ്ങി ഇപ്പം സിനിമകൾ വീണ്ടും പഴയ സിനിമകൾ തിയേറ്ററുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ 2 പേരോടും സംസാരിക്കുന്നത്. മണിച്ചിത്രത്താഴ് റിലീസാവുകയും ചെയ്യുകയാണ്. ഈ പഴയ ചിത്രങ്ങളെ പുതിയ രീതിയിലേക്ക് വരുമ്പോൾ അതിന് പ്രത്യേക ഓഡിയൻസ് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ തലമുറയിലെ പുതിയ ജനറേഷനിലെ കുട്ടികളൊന്നും ആ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടില്ല, ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. പിന്നെ അന്ന് കണ്ടവർക്ക് തീർച്ചയായും നോസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ആംഗിൾ ഉണ്ടായിരിക്കും സിനിമയോട്. ബോത്ത് പാർട്ടീസ് വെൽക്കം. ഈ ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഞാൻ ആൾറെഡി സിനിമ പ്രൊഡ്യൂസറാണ്. 85 തൊട്ട് സിനിമ ഡിസ്ട്രിബ്യൂട്ടർ, പ്രൊഡ്യൂസർ, മറ്റ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പം ഞങ്ങൾ 16 ഇങ്ങനെ ചാനൽ തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ 20-ലായപ്പോഴാണ് ഈ മാറ്റ്നി നൗ എന്ന് പറയുന്ന ചാനൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ഈ മാറ്റ്നി നൗ എന്ന് പറയുന്ന ചാനലിലാണ് ആദ്യമായിട്ട് ഞങ്ങളിങ്ങനെ റീസ്റ്റോറും റീമാസ്റ്ററും ചെയ്ത് ഈ 4K കണ്ടൻറ്റ് ഇടാനായിട്ടൊരു താല്പര്യം. ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തത് ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമയാണ്. പിന്നെ ഞങ്ങൾ ട്രൂത്ത്, കാക്കക്കോയിൽ, ഇങ്ങനെ കുറേ സിനിമകൾ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഈ തിയേറ്ററിൽ കളിക്കാനുള്ള, അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടും, ഒരുപാട് ആൾക്കാർ ഈ ചാനൽ കണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പടങ്ങൾ കാണാൻ ഭയങ്കര താല്പര്യമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം പക്ഷേ നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടുന്നില്ല വലുതായിട്ട്, കിട്ടുന്നില്ല. അപ്പം പിന്നെ ഞങ്ങളിങ്ങനെ ആലോചിച്ചു, കണ്ടമാനം പടം ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ കേരളോത്സവം എന്ന് പറയുന്ന പരിപാടിക്ക് ഈ ഒരു പഴയ കണ്ടൻറ്റുകൾ, ഈ ഒറിജിനൽ കണ്ടൻ്റ് അല്ല, പഴയ കണ്ടൻറ്റുകൾ ഞങ്ങൾ സപ്ലൈ ചെയ്തപ്പോൾ ഈ സിനിമയ്ക്ക് ഭയങ്കരമായ ജനമായിരുന്നു. ഒരു 4 ഷോയുടെ ജനമാണ് അന്ന്. ഒരു ഷോ വെച്ചിട്ട് 4 ഷോ കളിച്ചു, അതും പെരുമഴയത്ത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് തിയേറ്ററിൽ കളിച്ചുകൂടാമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. അങ്ങനെ തിയേറ്ററിൽ കളിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പരിപാടി പ്ലാൻ ചെയ്തു. അപ്പം ഇതിൻ്റെ ഒന്നുകിൽ തിയേറ്ററിൽ കളിക്കണമെങ്കിൽ നെഗറ്റീവിനകത്തിന് സ്കാൻ ചെയ്യണം, അല്ലെങ്കിൽ പ്രിൻറ്റിന് സ്കാൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റോ നെഗറ്റീവോ ഒന്നുമില്ല. അപ്പം ദേവദൂതൻ ആൾറെഡി ഞങ്ങളുടെ കയ്യിൽ ഇതെല്ലാം ഉള്ളത്. അപ്പോൾ അന്നേരം ദേവദൂതൻ ആൾറെഡി സിയാദക്കായ്ക്ക് കൊടുത്തു. അപ്പോൾ അദ്ദേഹം അത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ പിന്നെ ഇതിന് മണിച്ചിത്രത്താഴ് ദേവദൂതൻ ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിയേറ്ററിൽ കളിക്കാനല്ല, സാറിൻ്റെ പടമാണ്. ഞങ്ങൾക്ക് അതിനകത്ത് ആകെപ്പട ഇത് റൈറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് തിയേറ്ററിൽ കളിക്കുന്ന റൈറ്റ്സ് ഉള്ള ഒരു സിനിമ വേണം. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ നോക്കിയപ്പോൾ മണിച്ചിത്രത്താഴാണ് നല്ലതെന്ന്. അങ്ങനെ അപ്പച്ചൻ സാറിനെ സമീപിക്കുകയും അതിൻ്റെ ഇതെല്ലാം വാങ്ങുകയും ചെയ്ത് ഞങ്ങൾ പിന്നെ ഇത് ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പം ഞങ്ങൾക്ക് പൂനെയിൽ പനോരമ സെലക്ഷന് പോയ ഒരു പ്രിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രിൻ്റ് എടുക്കാൻ ഞങ്ങൾ പൂനെ പോയി കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് തായ്വാരം,
പിന്നെ വടക്കം വീരഗാഥ, പിന്നെ ഇത് മണിച്ചിത്രത്താഴിൻ്റെ പ്രിൻ്റ് കിട്ടി. അപ്പോൾ ഈ പ്രിൻ്റ് കൊണ്ടുവന്ന് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നോക്കി. അപ്പോൾ ഇതിനകത്ത് അന്നത്തെ കാലത്ത് ഈ പ്രിൻ്റ് കുറച്ച് കാലം കഴിയുമ്പം സ്വാഭാവികമായിട്ട് അങ്ങ് റദ്ദാവും. പിന്നെ അതിനകത്ത് നമുക്ക് ഈ ബ്ലൂ ചാനലും ഗ്രീൻ ചാനലും കിട്ടാൻ വലിയ പാടാണ്. അപ്പം പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഇതിന് പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ സോഫ്റ്റ്വെയർ മേടിച്ച് നമ്മളിത് ആ കളറുകൾ കയറ്റി നോക്കി. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിത് 4Kയിലും 8Kയിലും ഒക്കെ സ്കാൻ ചെയ്യാൻ തുടങ്ങി. സ്കാൻ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നും അതിൻ്റെ 4K ഔട്ട് എടുത്ത് അപ്പോഴാണ് ആ ക്വാളിറ്റി നമ്മൾ ഉദ്ദേശിച്ച ആ ക്വാളിറ്റി കിട്ടിയത്. ഇപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഇപ്പോൾ ഒരു 10-35 വയസ്സൊക്കെ ഉള്ളവർ കണ്ട ഒരു പുതിയ സിനിമ കാണുന്ന രൂപത്തിലായിരിക്കും. കാരണം അങ്ങനെ ഈ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഈ സിനിമ വന്നപ്പോൾ മോണോയാണ് നമ്മളീ പറഞ്ഞത്. കാരണം സ്ക്രീനിൽ നിന്ന് മാത്രമേ നമുക്ക് സൗണ്ട് കേൾക്കത്തുള്ളൂ. ഇപ്പോൾ അങ്ങനല്ല, നമുക്ക് സറൗണ്ടിങ്ങിനാണ് മൊത്തം ഈ സൗണ്ട് വരുന്നത്. 7.1 എന്ന് പറയുന്നത് അല്ല, അറ്റ്മോസ് 7.1 വേർഷൻ ഉണ്ട്. ഫുൾ അറ്റ്മോസ് ഇറ്റ്സ് ലൈക്ക് 13.2 ആണെന്നുണ്ടോ. ഈ വ്യത്യാസം എങ്ങനെയാണ് മനസ്സിലാവുക? അതായത് മോണോയിൽ കേൾക്കുന്നതും പുതിയ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അത് ആസ്വാദനത്തിന് എങ്ങനെയാണ്? അതിൻ്റെ എന്ന് പറഞ്ഞാൽ പണ്ട് മോണോ കേൾക്കുമ്പോൾ നമ്മൾ ഈ പിന്നെ ആർആറും എഫക്റ്റും പിന്നെ സോങ്ങും എല്ലാം കൂടെ എടുത്തിട്ട് ഡയലോഗും കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് സ്ക്രീനിൻ്റെ ബാക്കിലൊരു സ്പീക്കർ മാത്രമേ ഉള്ളൂ. ആ സ്പീക്കറിൽ നമുക്ക് കേൾക്കുന്നത്. ഇപ്പോൾ അങ്ങനല്ല. ഈ അറ്റ്മോസ് എന്ന് പറയുന്നത് മൊത്തം മേളിലാണ്. അതായത് 16 ചാനലുണ്ട്. ഈ 16 ചാനലിൽ ഇപ്പോൾ ഒരു ചാനലിൽ നമ്മളിവിടെ ഫാൻ കറങ്ങുന്ന സൗണ്ട്, ഒരിടത്ത് പിന്നെ കുപ്പി വീഴുന്ന സൗണ്ട്, ഒരിടത്ത് മൈക്കിൻ്റെ സൗണ്ട്, ഇങ്ങനെ പല സൗണ്ടും ഈ 16 ചാനലിൽ കിടക്കുക. 7.1 എന്ന് പറഞ്ഞാൽ സൈഡിലെ സ്പീക്കറുകളാണ്. ഈ 7.1 എന്ന് പറഞ്ഞാൽ സൈഡിലെ സ്പീക്കറിൽ കൂടെ നമ്മളെ ഈ അന്നത്തെ ഡയലോഗും പ്രധാനപ്പെട്ട കാര്യങ്ങളും മാത്രം വരും. ചില സ്ഥലത്ത് വരുമ്പോൾ ഒരൊറ്റ ചാനലിൽ കൂടെ പോകേണ്ടതാണെങ്കിൽ ആ ഒറ്റ ചാനലിലേ പോകത്തുള്ളൂ. അപ്പോൾ ഈ അറ്റ്മോസ് പോകേണ്ട സീൻ മാത്രമേ ഈ അറ്റ്മോസിലൂടെ പോകത്തുള്ളൂ, അല്ലാതെ പോകത്തില്ല. അപ്പം മണിച്ചിത്രത്താഴിനെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള ഡയലോഗുകളൊക്കെ സറൗണ്ടിങ്ങിലുള്ള ഈ 7 അല്ല, അറ്റ്മോസിലൂടെയും വരുന്നുണ്ട്. ആ, അതായത് പശ്ചാത്തലത്തിൽ വരുന്ന ശബ്ദങ്ങളൊക്കെ നമുക്ക് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. ബേസിക്കലി പണ്ട് ഇതെല്ലാം കൂടെ ഒറ്റ ട്രാക്കിലാണ് വന്നിരുന്നത്. ഇപ്പോൾ ഡോൾബി അറ്റ്മോസ് പറയുമ്പോൾ 13.2 ട്രാക്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ സ്പേഷ്യൽ ഇതുണ്ട് മുകളിൽ നിന്നുള്ള ഇപ്പം ഈ ഡോൾബി അറ്റ്മോസ് തിയേറ്റേഴ്സിലൊക്കെ മുകളിൽ നിന്നൊരു അടിയിലേക്ക് ഇങ്ങോട്ട് ഡയറക്ഷനിലൊരു സ്പീക്കർ ഉണ്ടായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ ഈ വോക്കൽസൊക്കെ സെൻട്രൽ സ്പീക്കറിൽ നിന്നും വരും. ബാക്കിയുള്ള ഈ പ്രോപ്സ് എന്നുള്ള സറൗണ്ട് ശബ്ദങ്ങളൊക്കെ ബാക്കിയുള്ള ചാനലിലൂടെയും വരും. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സൗണ്ട് സാമ്പിൾസ് ഉണ്ടാക്കി വെച്ചിട്ട് മിക്സ് ചെയ്യണം. പക്ഷെ നമുക്ക് ഈ മണിച്ചിത്രത്താഴിൻ്റെ കേസിലത് പണ്ട് മോണോയിൽ ചെയ്ത പടമാണ്, എല്ലാം കൂടെ ഒറ്റ ട്രാക്കാണ്. അപ്പോൾ നമ്മളൊരു AI ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വോക്കൽസ് മാത്രം ഐസൊലേറ്റ് ചെയ്തു, എന്നിട്ട് വെച്ച് പിന്നെ ബാക്കിയുള്ള സ്കോറുകളൊക്കെ നമ്മൾ അതേ രീതിയിൽ സെയിം നോട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ മിക്സ് ചെയ്യുക ചെയ്തത്, ഈ ഫോർമാറ്റ് എത്തിക്കുക ചെയ്തത്. ഇറ്റ് ഇസ് എ ലോങ് പ്രോസസ്. മുന്നേ സ്ഫടികം സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ ഭരതൻ സാറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ സാർ പറയുന്നുണ്ട്, ഡയലോഗുകൾ ഒഴികെ ബാക്കിയെല്ലാം വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ പതിപ്പ് ഇറങ്ങുന്നത്. അത്ര ഒരു പ്രോസസ്സാണോ മണിച്ചിത്രത്താഴിൽ? ഇപ്പൊ മണിച്ചിത്രത്താഴിലേക്ക് നോക്കി കഴിയുമ്പോൾ ഇതിലെ പശ്ചാത്തലത്തിൽ വരുന്ന ഓരോ ശബ്ദവും അതിൽ ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ്. ഉദാഹരണത്തിന് തുടക്കത്തിൽ തന്നെ ഇന്നസെന്റ് ഏട്ടൻ നടന്നു വരുന്ന, ഇന്നസെന്റ് ഏട്ടനും ഗണേഷ് കുമാറോട് നടന്നു വരുന്ന ഒരു സീനില് കാലനങ്ങുന്നതിനനുസരിച്ച് ശബ്ദം കേൾക്കുന്നുണ്ട്. അത്രയും മൈന്യൂട്ടായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അന്ന് സമയത്തും ഇറ്റ് വാസ് എ ഗ്രേറ്റ് വർക്ക്. കാരണം അത്രയും വലിയൊരു ഓർക്കസ്ട്രയൊക്കെ വെച്ചിട്ടാണ് അവരത് അന്ന് ഈ സ്കോർ ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ. ഇത് നമ്മളെ പിന്നെ MG രാധാകൃഷ്ണൻ ചേട്ടനും പിന്നെ മറ്റേ ജോൺസൺ മാസ്റ്ററും കൂടെ മത്സരിച്ച് ചെയ്ത സംഭവം അത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഇന്നസെൻറ്റും ആ പിന്നെ ഗണേഷ് കുമാറും കൂടെ വരുമ്പോൾ ചീവീട് കരയുന്ന സൗണ്ട് വരെ നമുക്ക് കേൾക്കാം, അവരുടെ ചെരുപ്പിൻ്റെ സൗണ്ട്, അപ്പം ഈ കീ എന്നുള്ള സൗണ്ടുകൾ, ഇതെല്ലാം കംപ്ലീറ്റ് നമുക്ക് കേൾക്കാം. പക്ഷെ അത്ര മനോഹരമായിട്ട് ഒരു സിനിമയിലും എടുത്തിട്ടില്ല. അതിലതേപോലെ മോഹൻലാൽ ശബ്ദം കേട്ട് തെക്കിനിയിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. അതിൽ ഓരോ ഭാഗത്തും ഇദ്ദേഹം കയറി പോവുകയാണ്, അതിനോട് അപ്രോച്ച് ചെയ്യാണെന്നുള്ള രീതിയിൽ ശബ്ദം ഇങ്ങനെ കയറി വരുന്നതായിട്ട് കാണാം. അത് അതിൻ്റെ ഒരു ഡെപ്തിനെ, ആ വീടിന്റെ വലുപ്പത്തെ, ആ കഥാപാത്രത്തിന്റെ ഇന്റൻസിറ്റിനെ ഒക്കെ കാണിക്കുന്നു. അപ്പൊ ഇത്രയും ഒരു സൂക്ഷ്മമായിട്ടുള്ള വിശകലനം വീണ്ടും ഉണ്ടായിട്ടാണോ ഇത് ഇത്രയും ക്രിയേറ്റ് ചെയ്ത് വന്നത്? അല്ല, അന്നത്തെ കാലത്ത് നമ്മളെ ഇപ്പോഴത്തെ കണക്ക് സിനിമയുടെ കണക്കല്ല. ഓരോ കഥാപാത്രങ്ങൾ ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് റീറെക്കോർഡിങ്ങും മറ്റേ ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ആ സീൻ കണ്ട് ചെയ്ത് പറയും. ഇപ്പോഴാണെങ്കിൽ അവർ ആദ്യമേ ഒരു ഫയലുണ്ടാക്കി ഒരു നോട്ടുണ്ടാക്കി വെക്കുന്നു, പിന്നെ അതങ്ങ് ചെയ്തു പോകുമായിരുന്നു.
ഇത് അങ്ങനെയല്ല, ഇത് ഓരോ 5-6 വട്ടം ഇങ്ങനെ ഇട്ടിട്ട് കണ്ട് അപ്പോൾ ആ ലെന്തിനനുസരിച്ച് ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യിപ്പിക്കുന്ന ഒരു സംവിധാനം, ഒരു കൂട്ടായ വർക്കാണ് അന്നത്തെ സമയത്ത്. നിങ്ങളപ്പോൾ എങ്ങനെ സൗണ്ട് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇതിൻ്റെ സൗണ്ട് മിക്സിങ് ചെയ്തിട്ടുള്ളത് രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ സിനിമയിൽ മ്യൂസിക് ചെയ്തിട്ടുള്ള MG രാധാകൃഷ്ണൻ സാറിൻ്റെ മകനാണ് ഇതിൻ്റെ ഡോൾബി അറ്റ്മോസ് മിക്സ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ സമയത്ത് പുള്ളി ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പുള്ളിക്ക് അറിയാം ഒന്ന്. പിന്നെ രണ്ടാമത് ഇതിൻ്റെ റീ റെക്കോർഡിങ് ചെയ്ത് ജോൺസൺ മാസ്റ്ററിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതാണ് ബെന്നി കണ്ണൻ എന്ന് പറഞ്ഞ 2 പേര്. അവർ തന്നെയാണ് ഇതിപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത്. ദേവദൂതൻ തിയേറ്ററിലേക്ക് വന്ന സമയത്ത് ചില ഭാഗങ്ങളിലായിരുന്നു ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ജഗതിച്ചേട്ടൻ്റെ ഒക്കെ ചില പോർഷൻസ് അത് കഥയ്ക്ക് ആവശ്യമില്ലെന്ന് പിന്നീട് മനസ്സിലാക്കിയായിരുന്നു ഒഴിവാക്കിയിട്ടുണ്ട്. മണിച്ചിത്രത്താഴിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും എലമെന്റ് അങ്ങനെ കണ്ടെത്തി? ഒന്നും മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് അത് വേൾഡ് ക്ലാസിക്കൽ സിനിമയിൽ 2ാം സ്ഥാനമുള്ള സിനിമയാണ്. അതിനകത്ത് നിന്ന് ഒരു സീൻ പോലും, അത് പാച്ചിക്കാടേയും കൂടെ ഒരു നിർബന്ധമാണ്, ഒരു സീൻ പോലും ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ അതിൻ്റെ ഫോർമാറ്റ് മാറ്റാൻ പാടില്ല. അതാണ് സാറിൻ്റെ ഏറ്റവും വലിയ ഒരു ഇത്. കാരണം എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ഇപ്പോൾ ഒരു സീൻ അടുത്ത സീനുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുക. നമ്മൾ ഈ മോഹൻലാൽ ഈ കോമാളിത്തരത്തിനെ കാണിക്കുന്നു പറഞ്ഞാൽ അയാളുടെ ഈ രോഗത്തിൻ്റെ ഇത് ആരൊക്കെയാണ് ഈ രോഗി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന ഒരു ട്രിക്കുകളാണ്. പക്ഷെ ആ ട്രിക്കുകൾ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം മാറ്റിപ്പോയി കഴിഞ്ഞാൽ മറ്റേതുമായിട്ട് കണക്റ്റ് ആവത്തില്ല. അത് ഭയങ്കര ഇതിലാണ് അത് ബാസിൽ സാറ് ചെയ്തേക്കുന്നത്. നമുക്ക് പോലും അറിയാത്ത രീതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പശ്ചാത്തല സംഗീതം അതുപോലെ അതിൽ ഗംഭീരമായിട്ട് ആളുകൾ ആഘോഷിച്ചു. അത് പിന്നീട് റെക്കോർഡ് ചെയ്യേണ്ടവര് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒറിജിനൽ തന്നെ അതേപോലെ വായിച്ചിട്ട് സെയിം നൊട്ടേഷൻ പ്രകാരം രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ മുന്നേ റിലീസായ 2 പടങ്ങളുടെയും സംഗീത സംവിധായകർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. സ്ഫടികത്തിലെ ആണെങ്കിലും ശരി, ദേവദൂതനിലെ ആണെങ്കിലും ശരി. പക്ഷെ MG രാധാകൃഷ്ണൻ സാർ ഇപ്പൊ ഇല്ല. അപ്പൊ ഗൈഡൻസ് എന്ന് പറയുന്നത് അവിടെ ഭയങ്കര മിസ്സിംഗ് ഫാക്ടർ അല്ലേ? അത് എങ്ങനെയാണ്? അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത ആൾക്കാർ ഇതിൽ ഈ പ്രൊജക്റ്റിൽ അസോസിയേറ്റ് ചെയ്ത്. കാരണം ഈ ബെന്നി ചേട്ടൻ ജോൺസൺ മാഷിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. പിന്നെ ഈ MG രാധാകൃഷ്ണൻ, പിന്നെ ധനുഷ് നേരത്തെ എഫക്റ്റ് ചെയ്ത ധനുഷ്, സ്ഫടികത്തിനും മറ്റേ ഇതെല്ലാം എഫക്റ്റ് ചെയ്തേക്കുന്ന ധനുഷാണ്. ആ ധനുഷ് ആണ് ഇതിൻ്റെ എല്ലാം ചെയ്തേക്കുന്നത്. കാരണം ഇപ്പോൾ ഇവർ മാസ്റ്റർ ഉള്ള സമയത്ത് തന്നെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവർ അവർക്കെല്ലാ നോട്ട്സും അറിയാം. അവരാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ വർക്ക് ചെയ്തതിൻ്റെ പേര് അവർക്ക് ഇതിൻ്റെ എല്ലാ പോയിന്റുകളും അറിയാം. 93-ലാണ് ക്രിസ്മസിന് ഡിസംബർ തിയേറ്റർ റിലീസ് ചെയ്യുന്നത് ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ അതിനു മുന്നേ ഉള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ആ ചിത്രം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇന്നത്തേക്ക് വരുമ്പം 2024 എന്ന് പറയുന്ന സിനിമ ഒരുപാട് വളർന്നു, അതിൻ്റെ ടെക്നിക്കൽ ലോകം ഒരുപാട് പുരോഗമിച്ചു. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ്. അതിൽ വന്നിട്ടുള്ള മാറ്റം ഏതെങ്കിലും തരത്തിൽ മണിച്ചിത്രത്താഴിനെ സ്വാധീനിച്ചിട്ടുണ്ടോ പുതിയ പതിപ്പിനെ? ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ 93-ൽ ഈ സിനിമ ഇറങ്ങുമ്പം തന്നെ അവർ 3 കൊല്ലം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ഇറക്കുന്നത്. കാരണം മാക്സിമം ഈ സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ ടെക്നിക്കലും അവർ അന്നത്തെ കാലത്ത് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും റീവർക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു അഭംഗിയായിട്ട് പോകും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയ മ്യൂസിക് പോലും ഇപ്പോഴത്തെ പിള്ളേർ നോട്ട് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തരും. കാരണം ഈ അന്നത്തെ കാലത്ത് ഈ മോഹൻലാലിനെ എടുത്തെറിയുന്ന ഒരു കെണ്ടി എന്ന് പറഞ്ഞ ഒരു 5 കിലോ വെയിറ്റുള്ള കെണ്ടിയാണ്. അത് താഴെ വീഴുമ്പോൾ ആ സൗണ്ട് കറക്റ്റാണ്. പക്ഷേ ഇന്നത്തെ സമയത്ത് അങ്ങനെ ഒരു കെണ്ടി കിട്ടാനില്ല. അപ്പോൾ അതിൻ്റെ ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു പാത്രം വീഴുന്ന സൗണ്ടാണ് വന്നത്. അപ്പോൾ അതുവരെ പിള്ളേർ നോട്ട് ചെയ്തിട്ട് പറയുന്നത് ഇത് ശരിയല്ലെന്ന്. അതുകൊണ്ട് ആ കെണ്ടിയുടെ ഒറിജിനൽ മാസ്റ്റർ ചെയ്ത ഏതാണോ അത് തന്നെ നമ്മൾ വീണ്ടും റീവർക്ക് ചെയ്ത് വെച്ചേക്കും. വീണ്ടും അതേ എക്യുപ്മെന്റ് കൊണ്ടുവന്നിട്ടാണ് അത് അങ്ങനെ തന്നെ ചെയ്യുക. അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയുന്ന സമയത്ത് ഏറ്റവും വലിയ പോരായ്മയായിട്ട് പറയുന്നത് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ലൈബ്രറികളില്ല എന്നാണ്. ഇപ്പോൾ ഹോളിവുഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഴയ സിനിമ പോലും അവർ അതിൻ്റെ റീലുകളെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം ഈ ഇത്തരം റീമാസ്റ്ററിങ് വർക്കുകളിൽ റിഫ്ലക്റ്റ് ആവില്ലേ? നമ്മുടെ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഹിന്ദി സിനിമകൾ അവരെല്ലാം നല്ലപോലെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ബാക്കി ഈ മലയാളവും തമിഴും മറ്റുള്ള സിനിമകളൊക്കെ നമ്മുടെ ഇവിടുത്തെ ഈ ലാബുകളൊന്നും വലുതായിട്ട് സ്റ്റോർ ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ കാലം കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്തയായിരുന്നു. പിന്നെ രണ്ടാമത് ഈ കോവിഡ് വന്നത് ഒരു വലിയൊരു പ്രശ്നമായിപ്പോയി. കാരണം ഈ കോവിഡ് വന്ന കാലഘട്ടത്തിൽ എല്ലാ ലാബും പൂട്ടിയിട്ട് AC ഇല്ല, ഒന്നുമില്ലാതായിപ്പോയി. ആ ഒരു 2 കൊല്ലം കംപ്ലീറ്റ് പടങ്ങൾ നെഗറ്റീവ് മെൽറ്റായിപ്പോയി. അതൊരു വലിയ പരാജയമാണ്. അപ്പോൾ
ഇപ്പൊ ഈ കോപ്പികളൊക്കെ എവിടെ നിന്നാണ് ഇപ്പൊ നേരത്തെ ഫെസ്റ്റിവലിന് പോയതെന്ന് പറഞ്ഞു, ആ അല്ലാതെ ഈ കോപ്പികളൊക്കെ നമുക്ക് എവിടെ അവൈലബിൾ ആവുക? എങ്ങുമില്ല. ഇതിപ്പം ഞങ്ങളെ പോലുള്ള ഞങ്ങളിതിങ്ങനെ സർവേ നടത്തി പലയിടത്തും പ്രിൻ്റ് ഉണ്ടെങ്കിൽ ആ പ്രിൻ്റ് കണ്ടുപിടിക്കുന്നു. ജർമ്മനിയിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ എന്തെങ്കിലും പ്രിൻ്റ് പോയിട്ടുണ്ടെങ്കിൽ എടുക്കും. അതുപോലെ ചില ആൾക്കാർ ഈ ചെറിയ മോഹം ചില സിനിമയുടെ കൂടെ കാണും, അങ്ങനെ അവർ പ്രിൻ്റ് മേടിച്ച് വെച്ചേക്കുന്നവർ കാണും. പിന്നെ അതുകൂടാതെ ഈ തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡബ്ബിങ് പോയപ്പോൾ ഇതേ വർഷം തന്നെ സിനിമ കാണും. ഇങ്ങനെ പല സൈഡിൽ നിന്നും ഉള്ള കളക്ട് ചെയ്തിട്ട് അത് വെച്ചാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു 8K വരെ നമുക്ക് കോപ്പി ചെയ്തെടുക്കാന്ന് പറഞ്ഞു. അത് ഫിലിമില് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റ് കൂടിയല്ലേ? അതെ. അല്ല, ഈ 8K എന്നൊക്കെ പറഞ്ഞ ശരിക്കും ഒരു ഡിജിറ്റൽ കോൺസെപ്റ്റായി 4K എന്നൊക്കെ പറഞ്ഞു. ഈ അനലോഗ് ഫോർമാറ്റിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇറ്റ്സ് ഇൻഫിനിറ്റി, റെസൊല്യൂഷൻ എത്ര വേണമെന്നാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോർമൽ ഒരു പേപ്പർ നമ്മൾ സ്കാൻ ചെയ്യില്ലേ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, അതേപോലത്തെ സ്കാനർ തന്നെയാണ്. പക്ഷേ അതിൽ നമ്മൾ 4K റെസൊല്യൂഷനിൽ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇമേജ് കിട്ടുന്നു. ഒരു സെക്കൻഡ് വെച്ച് സിനിമ എന്ന് വെച്ചാൽ 24 ഫ്രെയിംസ് സെക്കൻഡ് അല്ലേ. അപ്പോൾ ആ അത്രയും 24 ഫ്രെയിംസ് സെക്കൻഡ് ഇൻറ്റു മിനിറ്റ് ഇൻറ്റു 60 ഇൻറ്റു അവർ, അങ്ങനെ അത്രയും ഫ്രെയിംസ് നമ്മൾ സ്കാൻ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് ഇതിനെ ഒരു മോഷൻ പിക്ചർ ആക്കിയിട്ട് ആ ഒരു കളർ കറക്ഷൻ ചെയ്തിട്ടും റീസ്റ്റോർ ചെയ്തിട്ടും ആണ് ഈ ഫോർമാറ്റിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യും. പിന്നെ അൾട്രാ വയലറ്റ് ആയിട്ടുള്ള ക്ലീനിങ് എന്നൊക്കെ പറയും, ക്ലെൻസിങ് ഉണ്ട് ഇതിന്. അത് കഴിഞ്ഞാണ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത ശേഷം ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫയലായിട്ട് നമ്മൾ ഹാർഡ് ഡിസ്കിലോ ടേപ്പിലോ എടുക്കും. പിന്നെ അത് അതിൻ്റെ ഈ റീസ്റ്റോറേഷൻ ടീമിന് കൊടുക്കും. അവർ റീസ്റ്റോർ ചെയ്യും. റീസ്റ്റോർ ചെയ്തതിനു ശേഷം നമ്മൾ ഇതിൻ്റെ കളർ ഗ്രേഡ് ചെയ്യും, കറക്റ്റ് ചെയ്യും, ഫിക്സ് ചെയ്യും. പിന്നെയാണ് ഇതിൻ്റെ ഈ ഓഡിയോ ഇതിൻ്റെ ഇതിലേക്ക് കിടക്കുക, എഡിറ്റിലേക്ക് പോവുക. അതിൽ തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു ടേമാണ് ലിക്വിഡ് ബാത്തിങ് എന്ന് പറഞ്ഞിട്ട് ഈ ഫിലിമിനെ നമ്മൾ കടത്തി വിടുന്നത്. എന്താണ് ലിക്വിഡ് ആണ് അതിൽ യൂസ്? അതിനോട് ലിക്വിഡിൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷെ അത് 2 ടൈപ്പ് സ്കാനിങ് ഉണ്ട്. ഒന്ന് നോർമലായിട്ടുള്ള സ്കാനിങ്ങും പിന്നെ ഈ പറഞ്ഞൊരു ലിക്വിഡിലൂടെ ഉള്ളത്. അത് കുറച്ചുകൂടി കൂടുതൽ കളർ ഓർഗാനിക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അത് ഡാമേജ് ഒക്കെ ഉണ്ടാകുമ്പോൾ കിട്ടാൻ. ഈ ആദ്യം ഈ ഫിലിം നമ്മളിപ്പം പ്രിൻ്റ് കൊണ്ടുപോയി കൊടുത്താൽ ഇവർ പ്രസാദ് ലാബുകാർ, അതിൻ്റെ എഡിറ്റർ, പിന്നെ ഡെറ്റാക്ലോറൈഡ് മറ്റേ ഇതിൻ്റെ ഒരു വാക്സിനേഷൻ ഉണ്ട്, അത് വെച്ചൊരു ക്ലീനിങ് ചെയ്യും. അപ്പോൾ ആ ക്ലീനിങ് ചെയ്യുമ്പോൾ ഇതിനകത്ത് അഴുക്കും മറ്റ് ഉള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെ അവരൊരു വാക്സിനുണ്ട്, ആ വാക്സിനകത്തൂടെ ഇതൊന്ന് ക്ലീൻ ചെയ്യും. കാരണം ഇതിനകത്ത് കണ്ടമാനം ഓയിൽ കാണും. അപ്പോൾ ആ ഓയിൽ കളയാൻ വേണ്ടി, കാരണം തിയേറ്ററിൽ ഓടി വരുന്ന ഫിലിമിനകത്തെല്ലാം കംപ്ലീറ്റ് ഒരുപാട് ഓയിൽ കാണും. അപ്പോൾ ആ ഓയിൽ കളയാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു വാഷ് ചെയ്യുന്നത്. കാരണം ആ ഓയിൽ വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഇങ്ങനെ ബോറ വീഴുന്ന കണ്ടിട്ടില്ലേ, കളർ പാച്ച് പോലെ. അപ്പോൾ അത് വരും, അത് മാറ്റാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരുപാട് പുതിയ സോഫ്റ്റ്വെയർ ഡെയിലി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ കാണുന്ന പല പതിപ്പുകളിലും മഞ്ഞ കളർ കൂടി നിൽക്കുന്നത് കാണുന്നത്. അതെ. അത് ശരിക്കും ബീറ്റ് എന്നോ അല്ലെങ്കിൽ വേറെ പലതിൽ നിന്നൊക്കെ കോപ്പി ചെയ്തെടുക്കുന്നത്. ആൾറെഡി ഈ മെറ്റീരിയൽ ഇല്ല. പിന്നെ ചില ഇപ്പോൾ സിതറ 3 പ്രൈമറി കളേഴ്സ് ഉള്ളത്, റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ചാനലൊക്കെ പോയി കഴിയും. ഒരു ചാനലിൽ പോയാൽ നമുക്ക് AI സോഫ്റ്റ്വെയർ വെച്ച് റീക്രിയേറ്റ് ചെയ്യാം. പക്ഷെ 2 പോയാൽ റീക്രിയേഷൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കളറൊക്കെ പോകുമ്പോൾ നമ്മൾ കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ലെവലിൽ നമ്മൾ ചെയ്ത് നമ്മൾ പബ്ലിഷ് ചെയ്യും. പിന്നെ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ വി ഹാവ്. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ നെഗറ്റീവ് കിട്ടിയാൽ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ ഡാമേജ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നെഗറ്റീവ് സ്കാൻ ചെയ്താൽ ഏറ്റവും ക്വാളിറ്റി കിട്ടുക. പോസിറ്റീവ് ആയാൽ കുറച്ചും കൂടി ഒരു കളറിൻ്റെ ഒരു ഇത് വരും. എന്നാലും സ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ. ഇതിൽ തന്നെ ഒരുപാട് ഫിലിമുകളുടെ നെഗറ്റീവുകൾ നശിച്ചു പോയെന്ന് കേട്ടിട്ടുണ്ട്. ദേവാസുരം ഒന്നും ഒരിക്കലും ഇനി മലയാളിക്ക് വീണ്ടും കാണാനുള്ള അവസരം ഇല്ല എന്നുള്ളത് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നശിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സിനിമകളായിരിക്കും അങ്ങനെ മിസ്സായിട്ടുണ്ടാവുക? അല്ല, ബേസിക്കലി ഇതെല്ലാ നെഗറ്റീവ്സും എടുത്ത് മാനേജ് ചെയ്യുന്നത് സ്റ്റുഡിയോയിലാണ്. അന്നത്തെ കാലത്ത് പ്രൊസീജർ അവരെടുത്ത് വെക്കുക. ഇപ്പോൾ ഈ ഡിജിറ്റലിലേക്ക് ട്രാൻസ്ഫോർമേഷൻ വന്ന കാലഘട്ടത്തിലെ പിന്നെ ഇതിൻ്റെ ഒരു ബിസിനസ് കൂടിയാണല്ലോ. സ്റ്റുഡിയോയ്ക്ക് ഇത് മാനേജ് ചെയ്യണം, കോസ്റ്റ് ഉണ്ട്. ഐ തിങ്ക് അവരെ പലരോടും സമീപിച്ചിരുന്നു ഒരു മെയിൻ്റനൻസ് ഫീസ് വേണമെന്നുള്ള രീതിയിൽ. പക്ഷെ അന്ന് ആരും ഇതിനെ കുറിച്ചിട്ട് അത്ര ബോധേഡ് ആയിരുന്നില്ല. അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ദേ ഹാഡ് ഷട്ട് ഡൗൺ ദ AC വോൾട്ട്. അപ്പോൾ അത് പുറത്ത് വെച്ചു. അങ്ങനെ അത് ഡീകമ്പോസ്ഡ് ആയി. അങ്ങനെയാണ് മിക്കതും പോയത്. പക്ഷേ ഈ നെഗറ്റീവ് ഇല്ലെങ്കിലും പിന്നെ വൺ വേ ഓഫ് റീസ്റ്റോറിങ് ഈസ് ഫ്രം ദ പോസിറ്റീവ്. തിയേറ്റർ പ്രിൻ്റുകളില്ലേ പോസിറ്റീവ്സ്, അത് കിട്ടിയാൽ നമുക്ക് റീസ്റ്റോർ ചെയ്യാം. പക്ഷേ നെഗറ്റീവിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. നെഗറ്റീവാണ് മാസ്റ്റർ.
അപ്പൊ ഇത്തരം സിനിമകളൊക്കെ ഇനിയും വരാനും സാധ്യതയുണ്ട്. ദേവാസുരം സാധ്യതകളുണ്ട്. ഐ തിങ്ക് വി ആർ ട്രൈങ് ഫോർ എ പ്രിന്റ്. ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടുമായിരിക്കാം, ഉണ്ടെന്നാണ്. പക്ഷേ അത് ഞങ്ങൾക്കത് സ്കാൻ ചെയ്യാനുള്ള ഒരു 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 കണ്ടീഷനിലാണോ എന്നുകൂടെ ഉറപ്പുവരുത്തണ്ടേ. ഇപ്പൊ നേരത്തെ പറഞ്ഞു സ്കാനിങ് വരെയുള്ള പ്രോസസ്സുകൾ നേരത്തെ വിശദീകരിച്ചു. അതിനുശേഷം നമ്മൾ ഇത് വീണ്ടും ഫോട്ടോഷോപ്പിൽ നമ്മൾ സാധാരണ ചിത്രങ്ങൾ എറേസ് ചെയ്ത് മിനിക്ക് പുതുതാക്കാറുണ്ടല്ലോ. ഇതേ പ്രോസസ്സിലാണോ ഓരോ ഫ്രെയിമുകളെയും നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്? എഡിറ്റിംഗ് അല്ല ബേസിക്കലി നടക്കുന്നത്. ഓരോ ഫ്രെയിമിലുണ്ടാവുന്ന പല ഈ ചില ബാൻഡ് പല ടൈപ്പ് എറേഴ്സ് ഉണ്ട്. കളറിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും, പിന്നെ ഫെയ്ഡ് ഔട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ പല ടൈപ്പുള്ള എറേഴ്സ് കാണാം. ഞങ്ങളുടെ ചാനൽ തന്നെ ഞങ്ങൾ അത് ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് എനിക്ക് നെഗറ്റീവ് കിട്ടിയാൽ എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് അത് റീസ്റ്റോറേഷൻ ശേഷം എങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പല ടൈപ്പ് സോഫ്റ്റ്വെയർസ്, പല സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഒരു ഈ ഡാമേജസിനെ റിപ്പയറബിൾ ഡാമേജസ്. പിന്നെ ചില കളർ ചാനലുകൾ പോയിട്ടുണ്ടായിരിക്കും, അത് നമ്മൾ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യും. ഒരു ചാനലിൽ പോയാൽ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം, 2 എണ്ണം പോയാലേ പറ്റാത്തുള്ളൂ. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം വി ഗെറ്റ് ടു കളർ കറക്ഷൻസ്. ഓക്കെ. ഈ മണിച്ചിത്രത്താഴ് മുഴുവനായിട്ടും റീസ്റ്റോർ ചെയ്തെടുക്കുക, റീക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് 1 കൊല്ലത്തോളം വേണ്ടി വന്നു എന്ന് പറഞ്ഞു. മേലെടുത്തു. അതിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് നേരിട്ട അത് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഡാമേജസ് കുറേ ഉണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ പ്രിന്റും അത്ര നല്ല ക്വാളിറ്റി പ്രിന്റ് ആയിരുന്നില്ല, ഡാമേജസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും പ്രസാദ് ലാബ് അവരുടെ ടീം കൂടിയിട്ടാണ് റീസ്റ്റോറേഷൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ 2-3 പ്രാവശ്യം റീവർക്ക് ചെയ്തിട്ടാണ് അത് നമ്മളെ അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ടൈം എടുത്തു. അത് വലിയൊരു പ്രോസസ്സായിരുന്നു. പിന്നെ ഓഡിയോ ഇപ്പോൾ ഞങ്ങൾ പാരലലി വർക്ക് ചെയ്തു. അതും ഓഡിയോ ശരിക്കും ഓഡിയോയാണ് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത്. കാരണം മാനുവൽ വർക്ക് ആയതുകൊണ്ട് ആദ്യം സ്ക്രാച്ച് ഒന്നും ചെയ്ത് മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ലോങ് ടൈം. അതിൽ ഓരോ ഫ്രെയിമിൽ വേണ്ട ഓഡിയോ വീതം ഇങ്ങനെ അത്തരത്തിൽ റീക്രിയേറ്റ് ചെയ്യാണോ ചെയ്യുക? അതെ, നിങ്ങൾ അത് എന്താ വെച്ചാൽ അന്ന് ചെയ്ത് വെച്ചത് അതേ പടിയാണ് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുക, സെയിം നോട്ടിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിൽ സിങ്ക് പോയാലും ആ സിങ്ക്രോണൈസേഷൻ പോയാലും അത് പുതിയ പടമാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടെക്നീഷ്യൻസിന് വളരെ എളുപ്പമാണ്. ഇത് ആ ഫ്രെയിം ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവുന്ന രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതൊരു വലിയ ചലഞ്ചായിരുന്നു ടെക്നീഷ്യൻസിന്. പക്ഷേ ഇറ്റ് ടുക്ക് സം ടൈം. ആദ്യം തന്നെ റിലീസായിട്ടുള്ള എനിക്ക് തോന്നുന്നു പാട്ടുകളാണ്. കാക്കക്കുയിലെ പാട്ടാണെങ്കിലും ദേവദൂതന്റെ പാട്ടാണെങ്കിലും അതാണ് ആദ്യം. അതാണ് നിങ്ങൾക്ക് ഒരു വിസിബിലിറ്റി? ഞങ്ങൾ ആദ്യം തുടങ്ങുമ്പോൾ സമയത്ത് ഞങ്ങൾ 3-4-5 നെഗറ്റീവ്സ് ഞങ്ങൾ എടുത്തു വെച്ചു. അതിലെടുത്തിൽ ഫസ്റ്റ് ഞങ്ങൾക്ക് തോന്നി കുറച്ചുകൂടി വിഷ്വൽ പോസിബിലിറ്റിയുള്ള പടം, കുറച്ചുകൂടി അന്നത്തെ കാലത്ത് അധികം അപ്രിസിയേഷൻ കിട്ടാത്തൊരു സിനിമ ആയതുകൊണ്ട് എനിക്ക് അതിനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു ചെയ്യണത്. അതുകൊണ്ട് അതാദ്യം ചെയ്യാൻ പറഞ്ഞു. ചെയ്തിട്ട് പൈലറ്റ് പ്രൊജക്ട് എന്ന രീതിയിൽ കാക്കക്കുയിലിന്റെ മുമ്പാണ് ഞങ്ങൾ ദേവദൂതൻ ചെയ്തത്. അത് ചെയ്ത് വെച്ചു. പക്ഷെ ചെയ്തിട്ട് പിന്നെ കൊറോണ വന്നു. കൊറോണ വന്ന സമയത്ത് ഒപ്പെടുത്ത് വെച്ച 3-4 നെഗറ്റീവ്സൊക്കെ അത് AC-യിൽ അവർ വെക്കാൻ മറന്നു. തിരിച്ചുമ്പോഴൊക്കെ ഡീകമ്പോസ്ഡ് ആയിപ്പോയി. ഗോളാന്തര വാർത്ത, അങ്ങനെ 1-2 സിനിമകളാണ് ലോസ് ആയത്. ഇനി ഏതൊക്കെ ചിത്രങ്ങളാണ് വരാനിരിക്കുന്നത്? ഞങ്ങളിപ്പോൾ കുറേ വർക്ക് ചെയ്യുന്നുണ്ട്. ഗോഡ് ഫാദർ ചെയ്യണമെന്നുണ്ട്. പിന്നെ തമിഴിലെ ഫ്രണ്ട്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇപ്പോൾ തമിഴിലെ ഫ്രണ്ട്സ് അത് ആദ്യമായിട്ട് സൂര്യയും വിജയും ഒന്നിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വടക്കൻ വീരാത ചെയ്യുന്നുണ്ട്. അത് തിങ്ക് അതും ലോങ് പ്രോസസ്സാണ്, എത്ര ടൈം എടുക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് ഇറ്റ് വിൽ ബി എ ഗുഡ് പ്രൊജക്ട് ആക്ച്വലി. നല്ല ക്വാളിറ്റി വിഷ്വൽസ് ഒക്കെ. കാര്യം നമ്മൾ സിനിമയിലൊക്കെ ഇപ്പോൾ നമ്മൾ TV കാണുമ്പോൾ ഒക്കെ ക്രോപ്ഡ് ആയിട്ടുള്ള ഫ്രെയിമാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഒറിജിനൽ സിനിമാസ്കോപ്പ് ഫ്രെയിമൊന്നും അല്ല ഈ ടെലിവിഷനിൽ കാണുന്നത്. അപ്പോൾ സൈഡിൽ 2 കട്ട് ചെയ്യും. പക്ഷേ ഇതിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഫുൾ ഫ്രെയിം ആ ഒരു ഭംഗിയോടുകൂടി കിട്ടും. തിയേറ്ററിൽ നമുക്ക് കാണുമ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ തിയേറ്ററിൽ തന്നെ ഇപ്പം പല സ്ക്രീനുകൾക്കും പല റേഷ്യോ ഉണ്ട്. അതിൽ ബെസ്റ്റ് വിഷ്വൽ കിട്ടുന്നത് ഇപ്പോൾ ഉള്ളതിൽ ഇത് ഫ്ലാറ്റ് ഫോർമാറ്റ് ആണ്. മണിച്ചിത്രമാണ് ഫ്ലാറ്റിലാണ് ഷൂട്ട് ചെയ്തത് ആസ്പെക്ട് റേഷ്യോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഈ വൈഡാണ് 16:9 എന്നുള്ള വൈഡ് ആയിട്ടുള്ള സ്ക്രീനാണ്. പക്ഷേ ഇത് കാണാൻ ഏറ്റവും ബെസ്റ്റ് സ്ക്രീന് ഈ പിക്സൽ സ്ക്രീനില്ലേ, PVR-ൻ്റെ, പിന്നെ എപ്പിക് എന്നുള്ള സ്ക്രീനില്ലേ, അവരാണ്. കാരണം അതിലാണ് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. മറ്റേതിൽ കുറച്ച് സൈഡിലൊരു ബ്ലാക്ക് ഇത് വരും. ആ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വൈഡ് ഭാഗങ്ങളുള്ള ഒരു ബ്ലാക്ക് ബാൻഡ് വരും. ഇതേപോലെ മണിച്ചിത്രത്താഴാണെങ്കിലും വടക്കൻ വീരഗാഥയാണെങ്കിലും അതിലൊക്കെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം മണിച്ചിത്രത്താഴിനെ സംബന്ധിച്ചിടത്തോളം റെഡ് കളർ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ ഇൻറ്റൻസ് ആവുന്നുണ്ട്. അപ്പം അത്തരം കളേഴ്സ് പിക്ക് ചെയ്ത് വീണ്ടും വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിരുന്നോ? ആക്ച്വലി നെഗറ്റീവിൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ടെക്നിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ
അനലോഗ് ഫോർമാറ്റ് അനലോഗ് ഫോർമാറ്റാണ് മച്ച് സുപ്പീരിയർ ടു ഡിജിറ്റൽ ക്യാമറാസ് ഓർ സെൻസേഴ്സ്. കാരണം അതിലെ ഫ്രെയിമിലെ ആ റോ ആയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇപ്പം വളരെ ഡൈനാമിക് ആയിട്ട് കളേഴ്സ് കിട്ടും. എന്ന് വെച്ചാൽ പച്ച എന്ന് വെച്ചാൽ ഒരു ലക്ഷം തരത്തിലുള്ള പച്ച, ഒരു പല ഡൈവേഴ്സ് ആയിട്ടുള്ള കളർ വേരിയേഷൻസ് നമുക്ക് അതേപടി റോ ആയിട്ട് കിട്ടും. പക്ഷെ ഡിജിറ്റലിൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അതിൻ്റെ സെൻസറിന് ഡിഫൈൻ ചെയ്ത കളേഴ്സ് മാത്രമാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലാത്ത ഒരു കളറിനെ അതിന് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, അതിനോട് ചേർന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കളറിനാണ് അതോട് യൂസ് ചെയ്യുക. അപ്പോൾ അത് കുറച്ചുകൂടി അത് ഭാവിയിലെ ഡിജിറ്റൽ സെൻസേഴ്സ് അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്യുമായിരിക്കാം. പക്ഷേ ഈ പഴയ പടങ്ങളുടെ ഒരു ഭംഗി എന്താ വെച്ചാൽ ഈ അനലോഗ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമകളുടെ ഭംഗി എന്താ വെച്ചാൽ ഒന്നാമത് അത്രയും വളരെ കഴിവുള്ള സിനിമാറ്റോഗ്രാഫേഴ്സാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു എസ്തറ്റിക് ബ്യൂട്ടി ഉണ്ടായിരിക്കും ആ കളറുകൾക്ക്. വളരെ റിയലായ കളേഴ്സ് ആയിരിക്കും ഇതിൽ കാണാം. ഈ പച്ച എന്ന് പറഞ്ഞ പോലെ പലതരത്തിലുള്ള പച്ച നമുക്ക് കാണാം, പലതരത്തിലുള്ള റെഡ് നമുക്ക് കാണാം. അപ്പോൾ അത് ഇതിൽ നമ്മൾ തിയേറ്ററുകളിൽ കാണുമ്പോൾ ആ ഒരു ഭംഗി നിങ്ങൾക്ക് ഒരു വേരിയേഷൻ ഡൈനാമിക്സ് കാണാൻ പറ്റും. ഈ മണിച്ചിത്രത്താഴിന്റെ നിർമ്മാതാവ് കൂടെയായിട്ട് പങ്കുചേരുകയാണ് അതിൽ. അപ്പച്ചൻ സാറുമായിട്ടുള്ള ഒരു ബന്ധമാണോ അതിലേക്ക് വന്നത്? ഈ നിർമ്മാതാവിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇല്ല, അപ്പച്ചൻ ചേട്ടൻ പണ്ട് തൊട്ട് ഞങ്ങൾ സിനിമ പ്രൊഡ്യൂസറായിട്ടിരിക്കുന്ന കാലം തൊട്ടുള്ള ബന്ധങ്ങളുണ്ട്. അപ്പം അപ്പച്ചൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ആദ്യം നമ്മൾ ഈ സിനിമ നമ്മൾ വില പറഞ്ഞ് മേടിക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ അപ്പച്ചൻ ചേട്ടനെയും കൂടെ പിന്നെ ഞങ്ങൾ ഇതിനകത്ത് കൂടെ നിർത്തി ഇതിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അപ്പച്ചൻ ചേട്ടനും കൂടെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഇത് കാര്യം നടക്കത്തുള്ളൂ. അപ്പം പിന്നെ ഞങ്ങൾ മാത്രം ഇത് ചെയ്ത് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതുമാത്രമല്ല, ഈ എല്ലാ സിനിമയും ചെയ്യുമ്പം ഇനി പ്രൊഡ്യൂസർ വേണം. ഇപ്പം സ്ഫടികം ചെയ്തപ്പം പോലും ഭദ്രൻ ചേട്ടൻ ഗുഡ് നൈറ്റ് മോഹനേട്ടനെ കൂടെ നിർത്തിയാണ് ചെയ്തത്. അതുപോലെ ഇപ്പം അപ്പച്ചൻ ചേട്ടനെ വെച്ച് ചെയ്യും. ഇപ്പം KTCയുടെ പടം ചെയ്യുവാണെങ്കിൽ അവർ വേണം, അമ്പലക്കരയുടെ വല്യേട്ടൻ ചെയ്യുവാണെങ്കിലും അവർ വേണം. അവരുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് കാര്യങ്ങൾ മുമ്പോട്ട് പോകത്തുള്ളൂ. കാരണം അവരാദ്യം ചെയ്തപ്പോൾ ഉള്ള ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും മറ്റുള്ളവരെല്ലാം സഹകരിക്കണമെങ്കിൽ അവരുടെ കൂടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പിന്നെ അവർക്കും ഇത് ചെയ്യുന്നത് നല്ലത് തന്നെ, അവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. കാരണം നമുക്ക് ഇതൊരു ശരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ലാതെ ഞങ്ങളൊരു ബിസിനസ്സായിട്ടല്ല ഇത് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സിനിമയ്ക്ക് അപ്പോൾ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകും.